ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് തഞ്ചാവൂർ ടു തൃച്ചിയാണ് കേട്ടോ. നമ്മുടെ തഞ്ചാവൂർ വ്ളോഗ് നമ്മൾ 2 പാർട്ടാക്കിയിട്ടാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. പാർട്ട് 1 ആൻഡ് പാർട്ട് 1 കണ്ടിന്യൂ പറഞ്ഞിട്ട്. അത് മറ്റൊന്നുമല്ല കേട്ടോ, നമ്മുടെ വീഡിയോ കുറച്ച് ലാഗ് അടിക്കണ പോലെ തോന്നി. എനിക്ക് കുറച്ച് ഹിസ്റ്ററി ഒക്കെ പറയുന്നുണ്ട് ഞാനത്. അപ്പോൾ നിങ്ങൾക്ക് ലാഗ് അടിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഗൈസ്, നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോയത് തൃച്ചിയിലേക്കാണ്. അപ്പോൾ എല്ലാവരും നല്ലോണം ടയർഡായിട്ടുണ്ട് കേട്ടോ. ഋത്തിവി നീത് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഋത്തിക്കൂടെ കാലിൽ നല്ല ഭംഗിയില്ലേ കാണാൻ. അവൻ്റെ കാല് തഞ്ചാവൂരത്തെ റൂമിൻ്റെ ഉള്ളിൽ ചാടിക്കളിച്ചതാണ്. അപ്പോൾ ചെറിയൊരു മുറിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി. പിന്നെ അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ നല്ല ഉറക്കം ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഉറങ്ങി നീച്ചപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോഴേ ഞാൻ വാളയാർ എത്തിയൊരു ഫീലായിട്ടൊക്കെ തോന്നിയത്. അച്ഛൻ ഇവിടെ ഒരു റിസോർട്ടിൽ വാളയാർ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അവിടെ ഇത്തിരി ഫീലിംഗ് ആക്കി ഫസ്റ്റ് തോന്നിയത് കേട്ടോ. അപ്പോൾ അത് പറ്റി ഇങ്ങനെ പറയായിരുന്നു കണ്ടതിൻ്റെ അടുത്ത്. ഗെയ്സ്, നമ്മൾ വെജ് റെസ്റ്റോറൻറ്റിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ കോവിൽക്കൂടെയാണ് പോണത്. 2-3 ദിവസം അടുപ്പിച്ച് കോവിൽക്കൂടെയാണ്. അപ്പോൾ നമ്മൾ മീൽസൊക്കെ വെജ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് ഫ്രൈഡ് റൈസ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ സ്റ്റേ അവൈലബിൾ ആണ്. എനിക്ക് ഫുഡ് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ പനീർ ഫ്രൈഡ് റൈസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഋത്തിക്കുട്ടി നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് എണീറ്റേണ്ടതാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അവനോട് ഫ്രൈഡ് റൈസും സോസും തരാറുണ്ട്. അപ്പോൾ ആദ്യം നല്ല അടിപൊളി എക്സ്പ്രഷൻ ഇട്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായി തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ എടുത്താണ്. അപ്പോൾ ഇതിനെക്കൊണ്ട് വീണ്ടും പറയിപ്പിക്കുന്ന സീനാണ് കേട്ടോ കണ്ടത്. പിന്നെ നമ്മളവിടെ നേരെ പോയതേ അടുത്ത റൂം എന്താ പറയുക തൃച്ചിയിലേക്കാണ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ റൂമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ തിരഞ്ഞിട്ടു ലാസ്റ്റ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു പാർക്ക് കയറി. വെറുതെ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകൊണ്ടിരിക്കുക. കുറേ തിരയുണ്ട്, എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ പാർക്ക് കയറിയായിരുന്നു ഗൈസ്. നമ്മൾ ഒരു 2:30 ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മൾ പാർക്കിലേക്ക് പോകുന്നത്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2:30 അല്ല, 3 മണി ഉണ്ടാവും കേട്ടോ. കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല രസമാണ് കേട്ടോ. നല്ല അടിപൊളി വലിയൊരു പാർക്കിൻ്റെ പേരൊന്നും എനിക്ക് കേസ് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ 4 ആളും കൂടിയിട്ടാണ് കേട്ടോ അത് കളിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം അങ്ങനെ ഒരു ഇതിലൊക്കെ പോണത്. മറ്റേത് എവിടെയും നമുക്ക് അലൗഡ് അല്ലല്ലോ, എന്തിനും നമുക്ക് ഇരിക്കാൻ പറ്റില്ല, എല്ലാം കുട്ടികൾക്ക് മാത്രമാണ്. പക്ഷേ ഇവിടെ ഇതിലൊക്കെ അലൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. മാക്സിമം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതലൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, എന്തോ ആകെ ടയേർഡായിട്ടേ ഒന്നിനും പറ്റിയിട്ടായിരുന്നില്ല. പിന്നെ അത് നമ്മൾ കോവിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ശ്രീരംഗം കോവിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഗൈസ്, ആകെ ആ വെയിൽ കൊണ്ടിട്ട് ആകെ ഇതായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ടില്ലേ, നമ്മൾ റൂമിലൊക്കെ എത്തിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കോവിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാനിങ്. പക്ഷെ നമുക്ക് എവിടെയും റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ മുഹൂർത്തങ്ങളുള്ള ഡേറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാ റൂമും ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോൾ നേരെ കോവിലേക്ക് പോന്നു. ഞങ്ങളെ കോവിലിൻ്റെ മുന്നിറക്കിയിട്ട് കണ്ണേട്ടൻ കാറ് വർക്ക് ചെയ്യാൻ പോയതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വേണ്ടി ചെരുപ്പ് കൊണ്ടുകൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോഴേക്കും കണ്ണേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളി നല്ല വ്യൂ ഉള്ള ഒരു ടെമ്പിൾ കേട്ടോ. വലിയൊരു കോവിലാണ്. പിന്നെ ഇവിടെ നമുക്കും അതേപോലെ തന്നെ വീഡിയോസ് എടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം കുറച്ച് എൻട്രി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് തൂണുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഭയങ്കര 1000 പില്ലേഴ്സ് അങ്ങനെ എന്തോന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. പിന്നെ അവിടുത്തെ പ്രതിഷ്ഠ നമ്മുടെ മഹാവിഷ്ണു ആണ്, പെരുമാൾ. നല്ല നമുക്ക് മനസ്സ് നിറഞ്ഞ് തൊഴുതു പോരാ കേട്ടോ. പക്ഷെ പെട്ടെന്ന് നമ്മൾ തൊഴുതു വിടുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ആ വിഗ്രഹം കണ്ടാണ്ടല്ലോ മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനവും തോന്നും. പിന്നെ കേസ് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനി ആരെങ്കിലും ഇവിടേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കൊണ്ടും മഹാവിഷ്ണുവിൻ്റെ 2 പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അതായത് ഒന്ന് വിഗ്രഹത്തിൻ്റെ ഉണ്ട്, പിന്നെ ഒന്ന് വലിയ രൂപം കിടക്കുന്ന രൂപത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും കാണാൻ പറ്റിയിട്ടില്ല. നീത് കണ്ടിട്ടില്ല. അപ്പോൾ നീത് പറഞ്ഞ ഞാൻ വിഗ്രഹം മാത്രമേ കണ്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ തന്നെ വലിയൊരു ശില്പമുണ്ട് കേട്ടോ മഹാവിഷ്ണു കിടക്കുന്നത്. അപ്പോൾ ഇനി പോകുമ്പോൾ എല്ലാവരും അതും കൂടി ഫോക്കസ് ചെയ്യുകൊണ്ടു. അതും കൂടി കാണുമ്പോൾ മനസ്സിൽ സന്തോഷമാണല്ലോ, അതാണ് പറയണത്. അപ്പോൾ ആരും മിസ് ചെയ്യാതിരിക്കുകൊണ്ടു ആ ഭാഗം കൂടി. കാരണം പിന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടെമ്പിളാണ് കേട്ടോ നമ്മുടെ ശ്രീരംഗം കോവിൽ. മാക്സിമം എല്ലാവരും ഒന്ന് കഴിയുമ്പോൾ പോകാൻ ശ്രമിക്കുകൊണ്ടു. പിന്നെ ഇവിടുത്തെ പില്ലേഴ്സും എന്താ പറയുക, ടെമ്പിളിൻ്റെ ഓരോ
ചിത്രകലകളും കാണാൻ അത്രയും മനോഹരമായിട്ടുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു കേട്ടോ, അന്നത്തെ കാലത്തെ ആൾക്കാരുടെ കഴിവ്. ഇന്നത്തെ നമുക്കറിയാം മെഷീൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതാക്കും. അന്നത്തെ ആ ഉള്ളിയൊക്കെ വെച്ചിട്ടാണല്ലോ അത്രയും അടിപൊളിയായിട്ടാണ് ഓരോ ഭാഗങ്ങൾക്ക് എവിടേക്കാണ് നോക്കേണ്ടതെന്ന് അറിയില്ല. അതേപോലെ തന്നെയായിരുന്നു തഞ്ചാവൂർ കോവിലും. പിന്നെ നമ്മൾ ഉള്ളിലൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ സ്പെഷ്യൽ ക്യൂലാണ് പോയിട്ടുണ്ടായിരുന്നത്. 5 മണി ടൈമായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ സ്പെഷ്യൽ ക്യൂലാണ് കയറിയിരുന്നത്. അതിലത്തെ 2 ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ, 100-ൻ്റെയും 300-ൻ്റെയും ക്യൂ. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കയറും. അങ്ങനെ ഫ്രീ ആയിട്ട് ഇതുണ്ടല്ലോ, അതും പിന്നെ 100, 300 എല്ലാവരും കൂടി മിക്സ് ആയിട്ട് ഒരുമിച്ച് കയറുകയും ചെയ്യും കേട്ടോ. എന്തായാലും നേരെ തൊഴുത് പോകാൻ പറ്റി. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത്, പെട്ടെന്ന് തൊഴുത് വിടുണ്ടായിരുന്നു. കുറച്ച് നേരം ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വന്നു. പിന്നെ കേസ് അവിടെ നിന്ന് ഒരു വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആകെ ടയേർഡായിരുന്നു. നമ്മൾ കല്യാണ മണ്ഡപത്തോട് കൂടി ഒരു റൂമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം. അപ്പോൾ നമ്മൾ പോരുമ്പോൾ കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് സൺഡേ വ്ളോഗാണ്. നമ്മൾ സമയപുരം കോവിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മൻ കോവിലാണ്. ഞാൻ റെഡ് ഡ്രസ്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബ്ലാക്ക് ഇടാൻ പാടില്ല. എൻ്റെ കയ്യിൽ ബ്ലാക്ക് ആയിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അമ്മായി പറഞ്ഞു റെഡ് ഇട്ടാൽ മതിയെന്ന്. കാരണം അധികം ആർക്കും ഇഷ്ടപ്പെടില്ല ഇവിടെ ബ്ലാക്ക് ഇട്ട് വരുന്നത്, പ്രത്യേകിച്ച് അമ്മൻ കോവിലേക്ക് കേട്ടോ. റെഡ് യെല്ലോ ഒക്കെ നല്ലതാണ് കേട്ടോ ഇട്ട് വരുമ്പോൾ, ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അടുത്തുള്ളൊരു കോവിലിൽ നമ്മൾ ചെരുപ്പ് കൊടുത്തിട്ട് അവിടെ തന്നെ നമുക്ക് അർച്ചനയ്ക്കുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ, പൂവൊക്കെ. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരുപാട് മുഹൂർത്തങ്ങളുള്ള ദിവസമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോ സൈഡിലേക്ക് ഓരോ ആചാരങ്ങൾ, ഒരുപാട് കല്യാണച്ചെറുക്കനെയും കല്യാണപ്പെണ്ണിനെയും കണ്ടു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. ഒരുപാട് നേരം നമ്മൾ ഇവിടെയും ക്യൂ നിന്നിട്ടുണ്ട് കേട്ടോ. വഴിയോരം ഫുള്ള് കച്ചവടക്കാരായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ ഈ വീഡിയോ ഇവിടെ ഉണ്ടാവുകയാണ് കേസ്. നമ്മൾ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.